ഇവിടെ അപരമത വിദ്വേഷം പടർത്തുന്നു കത്തോലിക്ക സഭ എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് ഡോക്ടർ ബി ജയരാജാണ് വിമർശനം ഉന്നയിച്ചത്. അതിൽ അദ്ദേഹം തലശ്ശേരി ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനിയെയും കോട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് അതിനൊരു മറുപടി കത്തോലിക്ക കോൺഗ്രസും നൽകേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ശ്രീ ജയരാജ് സാർ പറഞ്ഞൊരു കാര്യത്തെ വളരെ നിരുത്തരവാദിത്തപരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംസാരത്തിന്റെ ഭാഗം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഏതു തരത്തിലുള്ള അപരമത വിദ്വേഷമാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും നടത്തിയെന്ന് അദ്ദേഹം വെളിവാക്കാൻ ബാധ്യസ്ഥനാണ്. റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ച് സംസാരിച്ചത് എങ്ങനെ അപരമത വിദ്വേഷമായി മാറും, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നത് എങ്ങനെ അപരമത വിദ്വേഷമായി മാറും? അപരമത വിദ്വേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഇടത് വലത് മുന്നണി രാഷ്ട്രീയ പ്രസ്ഥാനമാണത് ഇത് വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ. പുരോഹിതന്മാര് വർഗീയത ഇളക്കി വിട്ടുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ മുൻപോട്ട് പോകുന്നതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വർഗീയതയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനുള്ള അവകാശമാണ് പുരോഹിതന്മാർ വിനിയോഗിക്കുന്നത്. തങ്ങളാൽ നയിക്കപ്പെടുന്ന ആളുകൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എങ്ങനെ വർഗീയതയായിട്ട് മാറും? അങ്ങനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു കാലത്ത് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപരമതത്തോടുള്ള ഒരു വിദ്വേഷവും കത്തോലിക്ക സഭയ്ക്കോ കത്തോലിക്ക കോൺഗ്രസിനോ സഭാപിതാക്കന്മാർക്കോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രസ്ഥാനത്തിലെ ആളുകൾ മനസ്സിലാക്കണം. മറ്റുള്ള സമുദായത്തിൽ ഈ വയനാട് അടിച്ചിറക്കിയ കത്തിനകത്ത് വഖഫിനെ കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ്? വയനാട് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. വയനാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് പാതിരിമാരും അൽമായന്മാരും കൂടെ ചേർന്നിട്ട് അടിച്ചിറക്കിയ ഒരു കത്തുണ്ടല്ലോ, 3-4 വരിയുള്ള ഒരു കത്തുണ്ടല്ലോ. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് അതിനെയാണ് ഞാൻ ഒന്നുമില്ല പറഞ്ഞത്. അങ്ങനെ പൊതുവായിട്ട് വ്യാഖ്യാനിക്കേണ്ട. വയനാട്ടിൽ അങ്ങനെ കത്ത് ആക്കിയെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക എന്റെ കയ്യിലുണ്ടാക്കത്തിന്റെ കോപ്പി ഞാൻ വേണേ അങ്ങോട്ട് അയച്ചു തന്നോളൂ, കുഴപ്പമില്ല. ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ ഒരു പാതിരിമാരോ ഒരു അൽമാരോ നടത്തിയിട്ടില്ല. അല്ല ഡോക്ടർ ബി ജയരാജ്, എന്താണ് അങ്ങനെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുക്കണമെന്നാണോ? അതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് ഈ അപരമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആ കത്തിലുണ്ടോ? അതിനകത്ത് വഖഫിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതയാണ് വഖഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പറയുന്നുണ്ട്. അത് കത്തോലിക്ക കോൺഗ്രസും പരസ്യമായിട്ട് പറയുന്നുണ്ട്, ബിഷപ്പുമാരും പറയുന്നുണ്ട്. ഇന്നലെ പാംപ്ലാനി തന്നെ ശ്രീ ജോസഫ് എല്ലാത്തിനകത്തും ഇല്ലേ കാട്ടുനീതി എന്നാണ്, കാട്ടാള നീതി എന്നാണ് പറഞ്ഞത്. ഓർഗനൈസേഷൻ മുസ്ലിങ്ങളുടെ അത് പുതിയ കണ്ടെത്തലായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. മതത്തിന്റെ കാര്യമല്ല, വഖഫ് മതത്തിന്റെ കാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചിരിക്കുന്ന പലതും മുസ്ലിങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു മതത്തിനും ബാധകമായ വിഷയമല്ല, പൊതുവായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വഖഫിന്റെ നിയമമാണ് മുൻപത്തെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിപ്പോ നോട്ടീസ് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. അത് പൊതുവായിട്ടുള്ള സാധാരണക്കാരുള്ള കേരളത്തിലെ മുഴുവൻ സാമാന്യ ജനങ്ങളുടെ അഭിപ്രായവും ആവശ്യവുമാണ്. അത് തന്നെയാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിന്റെ പേരിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഒറ്റപ്പെടുത്തേണ്ടതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് രാഷ്ട്രീയമാരോ വർഗീയത ആരംഭിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. വർഗീയത പറയുന്നതിന് ഡോക്ടർ ബി ജയരാജ് പറയുന്നതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നു എന്ന് ബിഷപ്പുമാർ പറയുമ്പോൾ അതിലൊരു വർഗീയ പരാമർശത്തിന്റെ ടോൺ കൂടി വരികയാണല്ലോ. അതായത് ക്ലിയർ ആണല്ലോ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേർതിരിച്ചാണ് കാണുന്നത് സംസ്ഥാന സർക്കാരെന്നും ഇതിനെ പ്രതിപക്ഷവും നിശബ്ദമായിട്ട് അനുകൂലിക്കുകയാണെന്നും അതാണല്ലോ കത്തോലിക്ക കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബിഷപ്പുമാരുടെയും ഒരു പൊതു നിലപാടാണല്ലോ. അവിടെ വന്ന് പ്രസംഗിക്കുന്ന, മുനമ്പത്ത് വന്ന് പ്രസംഗിക്കുന്ന എല്ലാ വൈദികരും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതാണ് വർഗീയത ആരോപിക്കാൻ ഉള്ള കാരണമായിട്ട് പറയുന്നത്. ബിഷപ്പുമാർ മാത്രമല്ല, സാധാരണക്കാർ എത്രയോ ആളുകൾ വന്നിരിക്കുന്നു. ബിഷപ്പുമാർ മാത്രമാണ്, SNDPയുടെ പ്രതിനിധികൾ ഈ നാളുകളിൽ അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മുസ്ലിം നേതാക്കന്മാർ, ഹുസൈൻ മടവൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വന്ന് സംസാരിക്കുന്നു. അപ്പൊ അതൊന്നും വർഗീയതയുടെ ഭാഗമല്ലേ? അപ്പൊ അങ്ങനെ സംസാരിക്കാണ്ട് പാടില്ല. ഇതിനകത്ത് നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യം, കേരള സംസ്ഥാനത്തെ എത്ര ജനപ്രതിനിധികൾ, മന്ത്രിമാര്, ആരെങ്കിലും ഒരാൾ ഈ വേദിയിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാണ്ട് തയ്യാറായോ? അവർക്ക് സാധിക്കില്ല. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, അവർ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയേക്കുവാണ്. ആ പ്രമേയത്തിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ മുൻപൻ ജനതയ്ക്ക് എതിരാണെന്നുള്ളതാണ്. കാരണം മുൻപൻ ജനത പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാക്കി വഖഫ് ബില്ലിൽ പുതിയ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു.
അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇവർക്ക് മുൻപോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ഗിമ്മിറ്റുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ല, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പറ്റിക്കൽ സംഭവമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ അർത്ഥം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വോട്ട് ചെയ്യാനായിട്ടോ ഞങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെടുകയുമില്ല. പക്ഷേ പ്രതിഷേധിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവുന്നില്ലല്ലോ ശ്രീ രാജീവ്. വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത്? വിട്ടു നിൽക്കുന്നതും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും നോട്ടാ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? വിട്ടു നിൽക്കുന്നത് പോലെ തന്നെയാണ്. വിട്ടു നിൽക്കുന്നതും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, നമുക്ക് ഇവരിൽ വിശ്വാസമില്ല എങ്കിൽ, ആരിലും വിശ്വാസമില്ല എങ്കിൽ ചിലപ്പോൾ വിട്ടു നിൽക്കുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം തീരുമാനമാണ്. അങ്ങനെയൊന്നും ആരോടും എന്ത് കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല, ആവശ്യപ്പെടുമില്ല. അതിന്റെ വ്യക്തികളുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു സാധാരണക്കാരായ ജനവിഭാഗത്തെ എല്ലാ കാലവും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്ന് വ്യാമോഹിക്കേണ്ട. അതിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട്, കക്ഷി രാഷ്ട്രീയമല്ല, സമുദായത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളോട് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ആളോട് ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചും ഒരുപക്ഷെ ഞങ്ങൾ സ്നേഹിക്കുമായിരിക്കാം, ഒരുപക്ഷെ ഞങ്ങൾ അവരോട് അനുഭാവപൂർവ്വം പെരുമാറുമായിരിക്കാം. അത് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല? ആ മനസ്സ് വരാത്തതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ശരി, ശ്രീകുമാർ, ഇത് സമ്മർദ്ദ തന്ത്രം മാത്രമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതോ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താങ്കൾ ഒരു സന്ദേശവും നൽകുന്നുണ്ടോ? വിഷയം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരാവശ്യം വന്നിരിക്കുന്നുവെന്ന്. കാരണം ഇത്ര ശക്തമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഒന്നും ഈ വിഷയങ്ങളിൽ ഇടപെടാറില്ല. ഇതിലിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സംസാരിക്കുമ്പോഴും ബിഷപ്പുമാർ സംസാരിക്കുമ്പോഴും വൈദികരും അൽമായരും ഒക്കെ സംസാരിക്കുമ്പോഴും ആ ന്യൂനപക്ഷങ്ങളിലെ വേർതിരിവ് കടന്നു വരികയാണ്. അത് നല്ലതല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു പാച്ചപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ ക്രിയാത്മകമായി ഇടപെടുവാനായിട്ട് ഇവരിൽ സ്വാധീനം കൂടുതലുള്ള കോൺഗ്രസിനാകുമല്ലോ സാധിക്കുക.